അതായത് ഇന്നലെ 33-12 ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നത്? ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറി അവിടെ ഇവിടെ എല്ലാം നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എന്താ പറയുന്നത്, ഹരിപ്പാട് മുതുകുളം എന്ന് പറയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ തൊട്ട് പുറവശത്താണ് ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ മൊത്തം കടൽ കയറി മൊത്തം പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വി.ഡി. സതീശൻ ഫ്ലൈറ്റിൽ പോയി, വി.ഡി. സതീശൻ ഫുഡ് കഴിക്കാൻ പോയി, ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നു, ഇവരൊക്കെ സൂചിച്ച് നടക്കുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? പറ. ഈ വെള്ളം കയറ്റം വന്നത്, ഈ വെള്ളം കയറ്റം പറഞ്ഞിട്ട് മുൻകൂട്ടി അറിഞ്ഞോട്ടാണോ വന്നത്? ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അറിഞ്ഞും കണ്ടുമൊക്കെ വേണം ഓരോ ആൾക്കാരും സംസാരിക്കേണ്ടത്. ഓരോരുത്തർ വിമർശനമൊക്കെ കേട്ടിട്ട് എൻ്റെ പൊന്നോ, എനിക്ക് സത്യം പുച്ഛമാണ് വരുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കണം ഞാൻ ഈ പറയുന്ന വിഷയത്തിനെ കുറിച്ച് തന്നെ. അതുപോലെ തന്നെ ഒരു ലൈക്കും ഹൈപ്പും ഒന്ന് ഷെയറും കൂടെ ചെയ്തു ഒരു വിഷയത്തിലാണ്. വി.ഡി. സതീശന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അതായത് ഇന്നലെ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. ഓഗസ്റ്റ് 1 കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ മലപ്പുറത്ത് സന്ദർശനം ഉണ്ടായിരുന്നു. വിവിധ പരിപാടികളും കാലാവസ്ഥ കരുതി മൂലമുള്ള വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിന് വിവിധ ഏകോപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം മലപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറത്ത് പങ്കെടുക്കുന്ന വേളയിൽ ഉച്ചയൂണ് കേൾക്കണം. ഇത് മൊത്തം നിങ്ങൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതിന്റെ വീഡിയോ ഇന്ന് വൈറലായിട്ടുണ്ട്. അതായത് ഈ ഒരു കാലവർഷത്തിൽ നടക്കുമ്പോൾ ഇങ്ങനെ വലിയ മഴ പെയ്തൊഴിയുമ്പോൾ ഈ ഒരു വീഡിയോ ഇയാൾ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അയാളൊരു മന്ത്രിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് വേണ്ടിയാണ് മലപ്പുറത്ത് പോയത്. അതും കൂടെ ചിന്തിക്കണം. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ വിളമ്പൊന്നും ചെയ്യരുത്. എന്താണ് ഇവിടുത്തെ ആൾക്കാരെന്ന് ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഇന്ന പോലെ ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് ഞാൻ ഹെലികോപ്റ്റർ യൂസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇവിടെ നാട്ടിൽ നല്ല വെള്ളപ്പൊക്കം കാര്യങ്ങൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൂടെ പോയി അവിടെ പോയെന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. പണ്ട് കോൺഗ്രസ് ആര് ഈ പറയുന്ന കൊണ്ട് കുറേ കാര്യങ്ങൾ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതിൻ്റെ പേരും പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇമാതിരി സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കൊന്നും ഒരു ബോധം വിവരമില്ലേ? അത് മാത്രമല്ല, വേണ്ടേ ഒരുത്തം വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇവിടെ നാട്ടിൽ നടന്ന കുറേ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വെള്ളപ്പൊക്കം തകർത്ത ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. റാന്നി അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ സംഭവമാണ് ഇന്നലെ പുലർച്ചെ മുതലുണ്ടായത്. സത്യത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂഴിയാർ അണക്കെട്ടും അതുപോലെ തന്നെ കാരികയം അയ്യപ്പ പ്രോജക്റ്റിന്റെ അണക്കെട്ടും തുറന്നു വിട്ടതാണ്. തീവ്ര മഴയ്ക്ക് അപ്പുറത്തേക്കുള്ള റാന്നി ടൗണിനെ മുക്കുന്ന തരത്തിൽ ഏതാണ്ട് 1000-ഓളം വീടുകൾ മുങ്ങുന്ന തരത്തിൽ റാന്നിയിലും അതുപോലെ തന്നെ ആറന്മുളയിലും പമ്പാവാലി മുതൽ റാന്നി വരെയുള്ള പ്രദേശങ്ങളിലും അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ അണക്കെട്ട് തുറക്കുന്നതിന് മാനുവലുണ്ട്. അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അനൗൺസ്മെന്റ് കൃത്യമായിട്ട് തന്നെ നടത്തുന്ന ഒരു പതിവ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്, റാന്നിയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അണക്കെട്ട് തുറക്കുന്നതിന്റെ അനൗൺസ്മെന്റോ അങ്ങനെയുള്ള മുന്നറിയിപ്പോ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിൽ അണക്കെട്ട് തുറക്കുന്നതിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ റാന്നി മുങ്ങിക്കഴിഞ്ഞ ശേഷമാണ്, പത്തനംതിട്ട ജില്ലയിൽ എമ്പാടും മുങ്ങിയതിന് ശേഷമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ അധികൃതരുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിയാണ്. കാരണം തീവ്രമഴയെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുപിടിക്കാൻ ഒട്ടേറെ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇന്ന് തന്നെയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് മറ്റൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ സ്പോൺസേർഡ് വെള്ളപ്പൊക്കം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നാണോ മാനോ ഇല്ലാതെ വന്നിരുന്ന് കുറയ്ക്കുന്നത് കണ്ടില്ലേ? 2018 കാര്യങ്ങൾ ഇവിടെ ഞങ്ങളാരും മറന്നിട്ടൊന്നുമില്ല. നീയൊക്കെ കൂടെ ഡാം തുറന്നു വിട്ട കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ രാത്രി തന്നെ തുറന്നു വിട്ടതും നമ്മൾ മറന്നിട്ടില്ല. എൻ്റെ പൊന്നാളെ, പൊന്നു സഖാവേ, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാട്ടോ. ഇപ്പൊ വന്നിട്ടിരുന്ന് കുറയ്ക്കുന്നു ഒരു നാണോ മാനോ ഇല്ലാത്ത രീതിയിലാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആൾക്കാർ നല്ല രീതിയിൽ PR വർക്കും കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്തു വിവരക്കേടാണോ താനീ വിളിച്ചു പറയുന്നത്? ഒരു സർക്കാർ അങ്ങനെ ചെയ്തെന്ന് ഇവിടെ ജനങ്ങൾ തന്നെ സ്ഥലത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. മണ്ണ് തങ്ങി നിൽക്കുന്നതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തെ കുഴപ്പമാണ്. ഇപ്പൊ കോൺഗ്രസ് കയറിയിട്ട് ഇപ്പൊ 3 മാസമായതേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക.
ഇന്നലെ ഉണ്ടായ ഈ മഹാപ്രളയത്തെ പറ്റി പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാശനഷ്ടം വന്ന മുഴുവൻ കടകൾക്കും അതിന്റെ നഷ്ടം പൂർണ്ണമായും സർക്കാർ വഹിക്കണം. സർക്കാർ അത് ഏറ്റെടുക്കണം. അതെടുക്കും. നിങ്ങളുടെ സർക്കാർ എന്താ ഏറ്റെടുത്തത്? അതും കൂടെ ഒന്ന് പറയാമോ മനുഷ്യ? എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് നിങ്ങൾ? അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇപ്പോഴും പട്ടിണി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ പൊന്നു മോനെ, പറയുമ്പോ എല്ലാം കൂടെ പറയാം. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലോ ഈ സാധനങ്ങളൊക്കെ കടക്കാർ വന്ന് പറക്കി മാറ്റുമായിരുന്നു. ഈ ആയിരക്കണക്കിന് വീടുകളിൽ നഷ്ടപ്പെട്ടു പോയ വീട്ടുപകരണങ്ങൾ, ആ വീട്ടുപകരണങ്ങളെങ്കിലും മാറ്റുവാനുള്ള ഒരു സംവിധാനം വീട്ടുകാർ ചെയ്യുമായിരുന്നു. എന്തായാലും പുണ്യാത്മാവിന് കൊള്ളാം. പറ്റിയ പരിപാടി ഇതൊന്നുമല്ല. അമ്പലത്തിൽ പോയിരുന്നിട്ട് ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നതായിരിക്കും നല്ലത്. വല്ല ഭജനയ്ക്ക് വല്ലതും പോകും മനുഷ്യ. എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ? എന്നിട്ട് കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൽ ഒരു MLA പോലും ഇറങ്ങിയിട്ടില്ലെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറെ ആൾക്കാർ. നിനക്കൊക്കെ നാണവും മാനവില്ലെന്ന് ഇല്ലെന്നാ ഞാൻ ആലോചിച്ച് പോകുന്നത്. ഞാനേ സന്ദീപ് വാര്യറിനെ കുറിച്ച് ഞാൻ ഓർമ്മ വെച്ച് തരാം. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളോ. ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടോ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല. കാരണം എല്ലാവരും നെഗറ്റീവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വെള്ളം പൊങ്ങിയപ്പോൾ മൊത്തം കോൺഗ്രസിന്റെ തലയിലോട്ട് എടുത്തിടുന്നു. കൊള്ളാം. എന്തായാലും ഇവിടുത്തെ MLA-മാര്, നിന്റെയൊക്കെ ഏതെങ്കിലും MLA ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ? പണ്ടൊരു MLA ചെയ്യുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട മാവേലിക്കരയിൽ ഒരു MLA ഉള്ളു. LDF-കാരനാണ്. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെങ്ങന്നൂരിലെ സജി ചെറിയാൻ, പുള്ളി ആ സമയത്ത് കുറച്ച് ആക്റ്റീവായിരുന്നു. പണ്ട് 2018 സമയത്തൊക്കെ. ഇവിടെ ഞങ്ങൾ പറയും, ഇവിടെ അന്തസ്സോടെ പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. നിന്റെയൊക്കെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തവന്മാര് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയൂ? ഇല്ല. അതാണ് കുഴപ്പം വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വീഡിയോസ് ഞാൻ വെച്ചു തരാം. നിങ്ങൾ ഇതൊക്കെ കാണണം. MLA ആണേ. നിങ്ങൾ ഇപ്പൊ സേഫ് ആണോ അവിടെ? നിങ്ങൾ പ്രശ്നം ഇറക്കേണ്ടതുണ്ടോ? അവിടുത്തെ ഫയർഫോഴ്സിനെ ഇവിടെ ഇറക്കണോ? ആണല്ലോ അല്ലെ? ഓ ആണല്ലോ അല്ലെ? സേഫ് ആണല്ലോ അല്ലെ? ശരി ശരി. മക്കൾക്ക് പേടിയൊന്നുമില്ലല്ലോ? ഞാനാണോ ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. എന്തെങ്കിലും ആവശ്യം നമ്പർ വിളിക്കണം കേട്ടോ. കണ്ടോടാ, ഇതൊക്കെ കാണണം നിങ്ങളൊക്കെ. ഒരു MLA ആണ് ഇതേണ്ടേ. ഓരോ വീട്ടിലും ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. അവരാണ് പറയുന്നത് വേണ്ടെന്നുള്ള രീതിയിലാണ്. എടാ, ഇതിനൊക്കെ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ കൂടെ നിൽക്കുക വേണ്ടത്. ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുക വേണ്ട ഈ ഒരു നിമിഷത്തിലാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് അങ്ങനൊന്നും ഇല്ല. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാന്നുള്ള ഒരൊറ്റ ചിന്തയോടെ മാത്രമേ പോകാവുള്ളൂ. കണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കേസ് കെട്ടുകളുണ്ട്, ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ വേണ്ടേ പിള്ളേരോട് എനിക്കൊരു കാര്യം പറയണം. ഇത് കാണുന്ന മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളെ ഒന്നും ഒരു സൈഡിലോട്ട് ഇറക്കുക ഒന്നും ചെയ്യരുത്. റോഡിന്റെ ഇറമ്പത്താണെങ്കിൽ ശരി, അമ്മ തോണ്ട വെള്ളം തോണ്ട മീനെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോവും. അത് പണി. അതിന്റെ ഒരു കുഞ്ഞു മരിച്ചുപോയി. 4 വയസ്സുള്ള പൈതല് ഒഴുക്കിപ്പെട്ടുകൊണ്ട് വന്ന സ്പോട്ടാണ്. ഇതിലാണ് കുട്ടി വന്നിട്ട് എവിടേക്കാണ് കുട്ടി എത്തി നിന്നുള്ള മരത്തിന്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് രാവിലെ നമ്മളെല്ലാം കേട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ടോട്ടി നേറാടാണ്. നമ്മളൊക്കെ ഇന്ന് രാവിലെ ഒരു 10:30 കേട്ട വാർത്തയാണ്. 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞത് റോഡിലൂടെ വലിച്ചു പോയിട്ടില്ലേ. അപ്പൊ ആ ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കുട്ടിയെ കിട്ടിയ ഭാഗം ഞാൻ കാണിക്കുകയാണ്. ഈ തോട്ടിൽ നിന്ന് കണ്ടില്ലേ വെള്ളം ഈ പറമ്പിലേക്ക് പോകുന്നുണ്ടല്ലോ, കണ്ടോ, കര കവിഞ്ഞ് ഈ ഭാഗത്താണ് കുട്ടി ഉണ്ടായിരുന്നത്. അവിടെ ഒരു മരത ആ കവുങ്ങ തോന്നുന്നുണ്ട്, അതിന്റെ ആ ഭാഗത്താണ് കുട്ടി കിടന്നിട്ടുണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് മുന്നിൽ കാണാവുന്ന ആ ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിലെ ആളാണ് കണ്ടതെന്ന് അറിഞ്ഞു. അതിനുശേഷം കുട്ടിക്ക് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം കൊണ്ടോട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും
തുടർന്ന് കുട്ടി മരണപ്പെട്ടുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. 4 വയസ്സുള്ള ഒരു കുഞ്ഞു പൈതലിന്റെ ജീവനാണ് പ്രിയപ്പെട്ടവരെ ഈ ശക്തമായ ഈ ഒഴുക്കപ്പെട്ട് ഈ തോട്ടിന്റെ ഒഴുക്കപ്പെട്ടിട്ട് പൊലിഞ്ഞത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വാർത്ത. നമ്മളൊക്കെ ഒരു ജീവൻ പോലും പോയരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ് അല്ലെ. കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം 1-2 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടുന്ന് കുട്ടി വെള്ളത്തിൽ പോയിട്ട് ഒഴുകി വന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഭാഗത്തേക്ക് ഇട്ടോ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. കുട്ടി വെള്ളത്തിൽ വീണതാണോ അല്ലെങ്കിൽ കുട്ടി കളിക്കാൻ ഇറങ്ങിയതാണോ അറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയണേ, തോടിന് നല്ല ഒഴുക്കാണ്. മുതുവല്ലൂർ സ്കൂളിൽ LKG പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. കുട്ടിന്റെ വീട് വരുന്നത് നെടിയിരിപ്പ് മേലെപ്പറമ്പ്. ഹമീദ് നദീറ ദമ്പതികളുടെ മകനാണ്. ആദം ഐമൻ എന്നാണ് ആ കുഞ്ഞു പൈതലിന്റെ പേര്. ഏതായാലും വല്ലാത്തൊരു അവസ്ഥ ആയിപ്പോയില്ലേ ആ കുഞ്ഞു പൈതലിന്റെ ജീവൻ പൊലിഞ്ഞെന്ന് കേൾക്കുമ്പോൾ. ഇത്തരത്തിലുള്ള മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളല്ലേ. എന്തായാലും ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇനിയെങ്കിലും നമ്മളെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസാനമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരു മെസ്സേജ് ആയിട്ട് അറിയിക്കുകയാണ്. ഈ ഒരു സ്പോട്ടിൽ വന്നപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, എല്ലാവരും ശ്രദ്ധിക്കണം. പിള്ളേരെ ഒന്നും ഇതുപോലെ തോടിന്റെ ഇറമ്പത്തോ ഒന്നും നിർത്തുകയൊന്നും ചെയ്യരുത്. അവൻ്റെ അടുത്തൊരു വീഡിയോ, മത്സ്യത്തൊഴിലാളികളുടെ വീഡിയോ, അവരെയൊക്കെ ഒരു ആവശ്യത്തിന് മാത്രമേ, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ അവരെ വിളിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ പാവങ്ങൾക്ക് വലുതായിട്ട് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ കൂടെ ആദ്യം മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അവരെയൊക്കെ ഒരുപാട് ഇനി ഹെൽപ്പ് ചെയ്യണം. ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, അവർക്ക് വേണ്ടി ചെയ്തിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ചെങ്ങന്നൂര് എടുക്കുക നമ്മുടെ സ്ഥലമാണ് ഈ പറയുന്നത്. ചെങ്ങന്നൂരൊക്കെ എൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ്. എടത്തുവ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. പിന്നെ ഒരു പ്രതി സ്വന്തം വെള്ളം. ഓക്കെ, മത്സ്യത്തൊഴിലാളികൾ വന്നു. ഇനി വേണ്ടേ ഓരോരുത്തരുടെ ഈ പറയുന്ന കൂട്ട് പശുവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10-12 ലിറ്റർ പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ത്യാഗം അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവം. പശുവിനെ അഴിച്ചു മാറ്റാനുള്ള സ്വാധീനം കിട്ടിയില്ല. അല്ലാത്ത പക്ഷം ഞാൻ മാറ്റിയാൽ എൻ്റെ പശുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കൂട്ടിൽ തന്നെ അടിഞ്ഞിറങ്ങുന്ന കാണാനും എടുക്കാനൊക്കെ എനിക്ക് സങ്കടം. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ കിട്ടും എന്നോർത്ത് ഞാൻ കളക്ടർക്കും അതുപോലുള്ള പ്രകാശന്റെ സംരക്ഷണ നിയമനിധികളെല്ലാം അത് കാണാനുള്ള അധികാരം കൊടുത്ത് അവർ വന്ന് കാണുക, എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മനസ്സ് സമാധാനത്തിന് വേണ്ടിയിട്ടൊരു സന്തോഷമുണ്ടാകുന്നോർത്ത് അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ വിഷമിപ്പിക്കാൻ സാധിക്കില്ല. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രദേശവാസിയോട് തന്നെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് തിരക്കാം. ചേട്ടാ, ഇന്നലെ ഇങ്ങനെ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്, വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. ഏരിയല്ല ഇതിന് വെള്ളം എന്ന് പറയുന്നത് ഇന്നലെ ഒരു വെള്ളം, അതൊരു വെള്ളം എൻ്റെ ഓർമ്മ വെച്ചാൽ പിന്നെ ഒരു ആദ്യമായിട്ടുള്ളൊരു വെള്ളമാണ്. ഇത് സ്ഥലം കോട്ടയമാണ്. കോട്ടയം ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുകയാണ്. കോട്ടയം സ്ഥലം ഭയങ്കര പ്രശ്നം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാ കാര്യത്തിലും ഇറങ്ങി നടപ്പുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ അളിയ പഴയതുപോലൊന്നും അല്ല അളിയ, ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ സമയമാകുമ്പോൾ പെതുക്കെ വണ്ടിയിൽ പോകണം. കുറേ ആൾക്കാർ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ബസ് ആക്സിഡൻറ്റ് പറ്റി എല്ലാവരും കണ്ടു കാണുമല്ലോ. അതുപോലൊരു സംഭവമുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വെക്കാം. തെന്നി മാറുന്നത് വാഹനം ഒരു ഭാഗത്തേക്ക് ചെന്നിടി. കണ്ടില്ലേ ആ വണ്ടി പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എല്ലാ എണ്ണം ഭയങ്കര ഓവർ കോൺഫിഡൻസിലാണ് വണ്ടി ഓടിക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത്. പോകുന്ന മേഖലകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അപകട സാധ്യതകളുണ്ട്.
അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയിൽ തന്നെ ദേശീയപാത വരുന്നതിന് മുൻപ് വ്യാപകമായിട്ട് അപകടം സംഭവിച്ചിരുന്ന വളാഞ്ചേരിക്കടുത്ത് വട്ടപ്പാറ മേഖലയാണ്. വട്ടപ്പാറ മേഖലയിലൂടെ വലിയ വയലറ്റൊക്കെ തന്നെ സ്ഥാപിച്ച് ആ ദേശീയപാത അതിന് മുകളിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. തൃശൂർ ഭാഗത്തോട്ട് കടന്നു പോകുന്ന വാഹനമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കടന്നു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് തെന്നി മാറുന്നത്. വാഹനം ഒരു ഭാഗത്തേക്ക് ചെന്ന് ഇടിക്കുന്ന വളരെ ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ദേശീയപാതയെ ആശ്രയിക്കുന്ന കുഞ്ഞാലിപ്പുറം ധരിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നുകൊണ്ട് എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ കൂടെ കാണാൻ എല്ലാവരും ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു മഴ സമയത്ത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നത് നിങ്ങളടുത്ത്. അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിന് അടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വെള്ളത്തിൽ മുങ്ങിത്താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? 2 പേരും കൂടെ മൽപ്പിടുത്തമാവും. 3 മിനിറ്റ് സമയത്തിനകത്ത് 2 പേരും കുഴഞ്ഞ് അടിയിലോട്ട് പോകും. ഈ 2 പേരും മരിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം വരുമ്പോൾ തേങ്ങയൊക്കെ ഒഴുകി പോവുകയൊക്കെ ചെയ്യുമല്ലോ. അത് ചാടിയെടുക്കാൻ വേണ്ടി കുറേ എണ്ണത്തിന് ഉത്സാഹമാണ്. ഈ തടി വരുമ്പോൾ അത് വരുമ്പോൾ നല്ല സിനിമയല്ല കേട്ടോ ജീവിതം. അത് പോട്ടെ, അത് സിനിമയാന്ന് പറയാം. അങ്ങനെ ഒരു വ്യക്തി ഒഴുക്കിപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വെച്ചുതരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കാണുന്ന ചേച്ചിയും ചേട്ടന്മാരോട് ഒന്നേ പറയത്തുള്ളൂ, ആ ചേട്ടാ അതുകൊണ്ട് തേങ്ങ ഒഴുകി വരുന്നത്, ഇപ്പം ചാടിക്കറി എടുക്കാൻ പോന്നെങ്കിൽ പോട്ടെ. ഒരു തേങ്ങയേ ഉള്ളൂ, 30 രൂപ 40 രൂപ കൊടുത്താൽ കിട്ടും. ഒരു തേങ്ങ പോയാൽ പോയി. ഞാൻ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. പുഴയിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ ആലോചിക്കാണ്, ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കപ്പെട്ടിട്ടുണ്ട്. കൊട്ടഞ്ചിറ സ്വദേശി ഹനീഫയാണ്. പുള്ളിക്കാരൻ തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് പുഴയിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ ആലോചിക്കാണ്, ഈ കുത്തൊഴുക്കുള്ള സമയത്ത് ഇങ്ങനെ പുഴയിൽ ഇറങ്ങാൻ പാടുണ്ട്. അതൊക്കെ കാണുമ്പോൾ, പുള്ളിക്കാരനെ ഒലിച്ചു പോകുന്നത് കാണുമ്പോൾ എന്തൊരു സങ്കടങ്ങൾ ആലോചിക്കാണ്. ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ ഈ പുഴയിൽ ഇങ്ങനെ തേങ്ങ പിടിക്കുന്നതിന്റെ ഇടയിൽ കൂടി നല്ല ഒഴുക്കിൽ വെള്ളം കെട്ട് വന്നപ്പോൾ പുള്ളി ഒഴുക്കപ്പെട്ടങ്ങോട്ട് പോയതാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്താ ചെയ്യലേ? ആൾക്കാർ ഇപ്പൊ നരം കളിക്കേണ്ട ഒരു സമയമല്ല കേട്ടോ. നിങ്ങളെ ജീവിതത്തെ കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് കാണി. വെള്ളം എന്ന് പറഞ്ഞാൽ അതിര് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഡാമുകളും തുറന്നു വിട്ടിട്ടുണ്ട്, പല സ്ഥലത്തും ഉരുൾപൊട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആകമാനം കണ്ടോ, ഒരു തേങ്ങ എടുക്കാൻ പോയതാ. ആ വീട്ടുകാർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കി കൊടുത്ത്. ഞാൻ അടുത്തൊരു വീഡിയോ സംസ്ഥാനത്ത് അതിതീവ്ര മഴ രൂക്ഷമാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടി. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. മഷികലയിൽ സ്വദേശിയുടെ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. കോട്ടയം പയ്യാനിത്തോട്ടത്തെ ഉരുൾപൊട്ടലിലും വീട് തകർന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കി അടൂർമല ദേവീക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടം ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇടുക്കി, പത്തനംതിട്ട. ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. നമ്മുടെ സ്ഥലം ആലപ്പുഴയാണല്ലോ. ഇവിടെ ഇപ്പൊ നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ അവധി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പും. എല്ലാ സ്കൂളുകൾക്കും മക്കളെ ഇത് വേണം. പിന്നെ അതിന്റെ അടുത്ത് മീൻപിടുത്തം ഉണ്ട് കേട്ടോ, അതും കൂടെ വെക്കാം. ഈ സമയത്തൊന്നും മീൻ പിടിക്കാനൊന്നും പോവല്ലേ എന്റെ പൊന്നു ചേട്ടന്മാരെ. അത്രേ പറഞ്ഞു. വീട്ടിൽ കാണുന്ന ചേച്ചിമാരെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. മീൻ പിടിത്തം, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ, അതൊക്കെ മണ്ടത്തരമാണേ ഞാൻ ഇവിടെ പറയത്തുള്ളൂ. രാത്രിയാണ് ഈ പണി ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം മൊത്തം പോകുമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് എന്തൊരു സന്തോഷം. പാവം പറ. സംഭവിച്ചത് കഴിഞ്ഞ വെള്ളപ്പൊക്കം ഇതുപോലെ രാത്രിയായിരുന്നു. ഞങ്ങൾ രാത്രിയാണ് പണി തരുന്നത്. രാത്രിയാണ് ഈ പണി തരുന്നത്. പകലാണെങ്കിൽ എത്രയും വരത്തില്ല. ഞങ്ങൾ ഇതായിരിക്കുമായിരുന്നു ഒന്ന് സൂക്ഷിച്ച്. വീട്ടിലുള്ളവരൊക്കെ അവിടെ കൊണ്ടുപോയി
വീട്ടിലെ മേളിൽ ഇപ്പം 2 പൊതിച്ചോറ് കൊണ്ടുവന്ന് ഞാനും ഭാര്യയും കൂടെ കഴിച്ചു. അത് ഞങ്ങൾ അവിടുത്തെ മെമ്പർ ഉണ്ട്. മെമ്പർ അയ്യോ അടിപൊളിയാണ്. മെമ്പറുടെ പേരെന്താ? സിന്ധു സഞ്ജയ്. കൃത്യസമയത്ത് അവരെല്ലാം ഇത് ചെയ്തായിരുന്നു. എല്ലാവരെയും അങ്ങനെ ആഹാരം ഇപ്പോഴേ കഴിച്ചേ. ഇപ്പൊ കഴിച്ചിട്ട് ടെൻഷനൊന്നും ഇറങ്ങത്തില്ലെന്നേ. ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്കൊന്നും അങ്ങനെയൊന്നും എത്ര വർഷം കഷ്ടപ്പെടണം. ഇനി എന്തോ ഇപ്പോഴെന്നെ 58 വയസ്സായി. ഇത് മാമക്കല്ലേ? ഇത് മാമക്ക് വേറെ എവിടെ വെള്ളം കയറി? അല്ല, ഇവിടെ ഇത് ചെത്തോങ്കര. ഇങ്ങനെ ഈ വെള്ളം കയറാനുള്ള സാഹചര്യം റോഡ് ഇപ്പൊ പൊക്കിയതുകൊണ്ട് ഇത്രയെങ്കിലും ആണ്. പക്ഷെ പൊക്കിയാന്ന് പറഞ്ഞാലും ഓടാ. ഈ ഓട ക്ലീൻ ചെയ്യാത്ത ഭയങ്കര ഒരു പ്രശ്നമാണ്. ഈ അഴുക്കും അതും ഇതൊക്കെ കൂടിയിരിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ. മണ്ണടിയുക ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പറോ അതെങ്ങനെ ആർക്കും ഒരു നേരവും കാണത്തില്ല. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. എന്തിനാ ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. വെളിച്ചവും ഇല്ല, യാതൊന്നും ഇല്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയെ കേട്ടാണ് നിന്നത്. ഞാട്ടെ ഈ ഒരു ഗുളിയ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യം എന്തോ സൗകര്യങ്ങളാണ്. എന്തിനാ ഇത്? എന്തോനായി ഗവൺമെന്റ്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയം. എന്താണ് ഇവർ പറഞ്ഞത്? അതിപ്പോൾ കോൺഗ്രസിന്റെ തലയിലോട്ടായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്താന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് ക്ലിയർ ആക്കട്ടെ. ഇപ്പം എന്താണ് വിജയൻ എന്നൊക്കെ പറയുന്നുണ്ട്. വിജയൻ ചെയ്തത് ഇവിടെ എല്ലാവർക്കും നല്ല രീതി അറിയാം. നല്ല രീതി അറിയാം. ഇവിടെ എന്തായാലും കോൺഗ്രസ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ MLA ഇറങ്ങി ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ചില ആൾക്കാർ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിനി പാർട്ടിയെ വിളിപ്പിക്കാൻ വരികയാണെന്നൊക്കെ വേണമെങ്കിൽ പറയും. കൂടുതലായിട്ട് ഞാൻ കൂടി സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ. കോൺഗ്രസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആ തെറ്റെന്ന് തന്നെ പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ബൈ, ലവ് യു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.